ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂബിൾസ് ലേണിംഗ്. NCET 2026 എക്സാം എഴുതാൻ പോകുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എക്സാം എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ എക്സാം സെന്റർ, സിറ്റി, നെയിം, ആപ്ലിക്കേഷൻ നമ്പറൊക്കെ ഉള്ള ഒരു പേജും ഉണ്ടാവും. സെൽഫ് ഡിക്ലറേഷനും ഇൻസ്ട്രക്ഷനും ഉള്ള ഒരു പേജും ഉണ്ടാവും. ഇതിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ രണ്ട് പേജും രണ്ട് വീതം കോപ്പി പ്രിന്റ് എടുക്കണം. നിങ്ങൾ അഡ്മിറ്റ് കാർഡിന്റെ രണ്ട് കോപ്പി വീതം പ്രിന്റ് എടുക്കുകയും നിർബന്ധമായിട്ടും അതിൽ സെൽഫ് ഡിക്ലറേഷന്റെ ഭാഗത്ത് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുകയും നിങ്ങളുടെ ലെഫ്റ്റ് തമ്പിന്റെ സിഗ്നേച്ചർ അവിടെ പമ്പ് ചെയ്യുകയും അതിനുശേഷം ഒരു കോളം മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യായിരിക്കും, എക്സാം ഹാളിൽ ഇൻവിജിലേറ്റർ മുമ്പിൽ ഒപ്പിടാനുള്ള സ്ഥലം ഉണ്ടാവും. ആ രണ്ട് പ്ലേസ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഒന്ന് നിങ്ങൾക്ക് എക്സാം സെന്ററിന്റെ എത്തിയാൽ അവിടെ സബ്മിറ്റ് ചെയ്യാനും ഒന്ന് എക്സാം ഹാളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയതായിരിക്കും. ഇപ്പൊ രണ്ട് അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കണമെന്ന് ആദ്യമേ അറിയിക്കണം. രണ്ടിലും ഫോട്ടോയും തമ്പും വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയാൻ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ അതിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഇൻസ്ട്രക്ഷൻസ്, കാര്യങ്ങൾ നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇമ്പോർട്ടൻസ്, കാൻഡിഡേറ്റ് മസ്റ്റ് റീച്ച് ദ സെന്റർ അറ്റ് ദ ടൈം ആസ് ഇൻഡിക്കേറ്റഡ് അല്ലേ? എക്സാം ഹാളിൽ നിങ്ങളോട് എത്താൻ പറഞ്ഞ കറക്റ്റ് സമയത്ത് നിങ്ങൾ എത്തിയിരിക്കണം. ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെ, ഗേറ്റ് എൻട്രി ടൈമും ഗേറ്റ് ക്ലോസിംഗ് ടൈമും ഒക്കെ നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ മുമ്പ് നിർബന്ധമായിട്ടും എത്തിയിരിക്കണം. ഗേറ്റ് ക്ലോസ് ചെയ്താൽ ഒരിക്കലും നിങ്ങളെ അങ്ങോട്ട് കടത്തി വിടുന്നതല്ല. ഓക്കെ, അതുപോലെ തന്നെ എക്സാം അവസാനിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ആ എക്സാം ഹാളിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോരാനും സാധിക്കില്ല. എക്സാം ഇപ്പം ബാക്കിയുള്ള പരീക്ഷയ്ക്ക് എക്സാം നേരത്തെ എഴുതി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരാലോ, അതും ഈ എക്സാമിൽ പറ്റില്ല. 3 മണി മുതൽ 6 മണി വരെയാണ് ഷിഫ്റ്റെങ്കിൽ 6 മണി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇറങ്ങിപ്പോരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഉടനെ തന്നെ എഴുന്നേറ്റ് പോകാൻ സാധിക്കില്ല. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ കംപ്ലീറ്റ് ഇൻവിജിലേറ്ററുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് എഴുന്നേൽക്കാനും മൂവ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പറയുന്നത്, ഓൾ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു ഡൗൺലോഡ് കെയർഫുള്ളി റീഡ് ഇൻസ്ട്രക്ഷൻസ്. ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുകയും ഈ ഇൻസ്ട്രക്ഷൻസ് നിർബന്ധമായിട്ട് വായിച്ചിരിക്കുകയും ചെയ്യണം എല്ലാ കാൻഡിഡേറ്റ്സും. അതുപോലെ തന്നെ ഇതിൽ ഒരു പേജ് സെൻറ്റർ ഡീറ്റെയിൽസും രണ്ടാമത്തെ പേജ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസും ആയിരിക്കും. അപ്പോൾ 2 പേജ് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് വായിക്കണം. അതിൽ ഞാൻ പറഞ്ഞ പോലെ അഡ്മിറ്റ് കാർഡും സെൽഫ് ഡിക്ലറേഷനും നിർബന്ധമായിട്ടും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് ഇതാണ്, എന്താണ്, ഈ അഡ്മിറ്റ് കാർഡ് എന്നുള്ളൊരു പ്രൊഫഷണൽ ആണ്. അതായത് ഇത് എന്ത് ചെയ്യില്ല, എലിജിബിലിറ്റി കണ്ടീഷൻസ് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞ പ്രകാരമുള്ള എലിജിബിലിറ്റി കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷണലാണ്, അല്ലാതെ ഫൈനൽ അല്ല. ഒരു പ്രൊവിഷണൽ ഡോക്യുമെൻ്റ് ആയിട്ട് മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് നിർബന്ധമായിട്ടും അഡ്മിറ്റ് കാർഡിൽ നോക്കിയിട്ട് അവരുടെ വെന്യൂസും നിർബന്ധമായിട്ട് അവരുടെ സെൻറ്ററും കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് ലൊക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത്, ഈ നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ നമ്മൾ നമ്മുടെ എക്സാം സെൻറ്ററും സിറ്റിയും നിർബന്ധമായിട്ടും നേരത്തെ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരു സ്പെസിഫിക് കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടല്ലോ, എക്സാമിൻ്റെ ആ സ്പെസിഫിക് കോഡ് ഓഫ് കണ്ടക്റ്റിനെ ഒപ്പോസ് ചെയ്യുന്ന നിങ്ങളുടെ മതപരമായിട്ട് എന്തെങ്കിലും ആചാരപരമായിട്ടുള്ള വസ്ത്രങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ധരിക്കണമെങ്കിൽ നേരത്തെ തന്നെ ദേഹപരിശോധന നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തിച്ചേരണമെന്നും ഇവിടെ പറയുന്നത് 9ാമത്തെ ഇൻസ്ട്രക്ഷനായിട്ട്. 10ാമത്തെ ഇൻസ്ട്രക്ഷനായിട്ട് പറയുന്നത് ഇതിൻ്റെ മുന്നോടിയായിട്ടാണ്. നിങ്ങൾ ഒരാളെയും എക്സാം സെൻറ്ററിലേക്ക് അഡ്മിറ്റ് കാർഡും വാലിഡ് ID പ്രൂഫും ദേഹപരിശോധനയും നടത്താതെ ഒരിക്കലും നിങ്ങളുടെ എക്സാം ഹാളിലേക്ക് കയറ്റി വിടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു വാലിഡ് ഫോട്ടോ ഉള്ള ID പ്രൂഫ് ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ് ID പ്രൂഫ് എന്ന് താഴെ പറയും. അതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ ദേഹപരിശോധന നടത്തും. ഈ ദേഹപരിശോധന നടത്തുക ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും വലിയ ബട്ടൺസോ മെറ്റലിൻ്റെ ബട്ടൺസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ബെൽറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും. അപ്പം ആ ദേഹപരിശോധനയും നടത്തും. ആ ദേഹപരിശോധന നേരത്തെ നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സ്പെസിഫിക് ആചാരങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ, അവർക്ക് ആ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അതിൻ്റെ ദേഹപരിശോധന നടത്തണമെങ്കിൽ നേരത്തെ എത്തണമെന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എക്സാം ഹാളിൽ പോകുമ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം നിർബന്ധമായിട്ട് എന്ത് വേണം, വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫും നിർബന്ധമാണ് കേട്ടോ. ID പ്രൂഫ് ഏതൊക്കെയാണെന്ന് താഴെ പറയും.
അതുപോലെ തന്നെ എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരാൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലും പെന്നും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ അഡീഷണൽ ഫോട്ടോഗ്രാഫ് അഥവാ നിങ്ങൾക്ക് ഈ 2 അഡ്മിറ്റ് കാർഡിൽ ഫിക്സ് ചെയ്തതിനേക്കാൾ അപ്പുറം അറ്റൻഡൻസ് ഷീറ്റിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ കൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകാം എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക്. അതുപോലെ തന്നെ കൃത്യമായിട്ട് പൂരിപ്പിച്ച ഞാൻ പറഞ്ഞ പ്രകാരം സെൽഫ് ഡിക്ലറേഷൻ ഫോമിലെ അഡ്മിറ്റ് കാർഡിൽ സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ, ഞാനിവിടെ കാണിച്ചു തരാം. ആ ഭാഗത്ത് അല്ലേ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് സെൽഫ് ഡിക്ലറേഷൻ അല്ലേ, ഇതാ അഡ്മിറ്റ് കാർഡിൽ സെൽഫ് ഡിക്ലറേഷൻ്റെ ഒരു ഫോം ഉണ്ടാവും അല്ലേ. അതാ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം? പേരെഴുതി ഒപ്പിടണം. ഐ ഹാവ് റീഡ്. അതായത് നമ്മൾ ഈ സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ NTA എല്ലാ ഇൻസ്ട്രക്ഷനും വായിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടാണ്, ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് എക്സാമിന് വരുന്നതെന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഡിക്ലെയർ ചെയ്യുന്നതില്ലേ ഐ ഹാവ് റീഡ് ഇൻസ്ട്രക്ഷൻ, ഗൈഡ് ലൈൻസ്, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, നോട്ടീസ് എല്ലാം ഈ NTA വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ട് എല്ലാ നോട്ടീസും ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് പേജ് 2 ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസും ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പേരെഴുതി ഒപ്പിട്ട് കൊടുക്കണം. അതിൽ ഫസ്റ്റ് ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഫോട്ടോ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് എന്തായിരിക്കണം? അപ്ലിക്കേഷൻ ഫോമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സെയിം ഫോട്ടോ ആയിരിക്കണം ഇവിടെ എന്തായിരിക്കണം ഫിക്സ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ലെഫ്റ്റ് തമ്പ് നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, എന്തായിരിക്കണം? ഇത് എക്സാം സെൻറ്ററിൽ റീച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്യണം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ സൈന് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ എന്തായിരിക്കണം? നമ്മൾ സൈന് കൊടുക്കണം. പക്ഷെങ്കിൽ ഇതെന്തായിരിക്കണം? ആ എക്സാമിനേഷൻ്റെ അന്ന് ആ ഇൻവിജിലേറ്റർ പ്രസൻസിലാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, to above undertaking has to filled in advance before reaching center except the candidate signature. ഓക്കെ, ഈ സിഗ്നേച്ചർ ഒഴികെ ബാക്കിയുള്ളതൊക്കെ എക്സാം ഹാൾ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഫോട്ടോ ഒട്ടിച്ച് ലെഫ്റ്റ് തമ്പ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? മഷിയിൽ കുത്തിയിട്ട് അവിടെ വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇതാണ് അഡ്മിഷൻ കാർഡിൻ്റെ സെൽഫ് ഡിക്ലറേഷൻ അണ്ടർടേക്കിങ്ങിൻ്റെ ഭാഗം വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എക്സാം സെൻറ്ററിൽ ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എലിജിബിൾ ആയിട്ടുള്ള എഴുത്ത് പ്രകാരം നമ്മൾ ആ ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. ഇനി PWD കാൻഡിഡേറ്റ്സിന് സ്ക്രൈബൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിർബന്ധമായിട്ടും കൊണ്ടുവരണം. ഓക്കെ, സ്ക്രൈബിൻ്റെ ഡീറ്റെയിൽസും ആ കാര്യങ്ങളൊക്കെ സ്ക്രൈബിന് വേണമെങ്കിൽ അവർ PWD കാൻഡിഡേറ്റ് ആണ് എന്ന് അപ്ലിക്കേഷൻ ഫോമിൽ നേരത്തെ കൊടുത്തിരിക്കുകയും വേണം. ആ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് അവിടേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുക അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എക്സാം ഹാളിലേക്ക് ഒരു ഇലക്ട്രോണിക് ഡിവൈസസും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഏതൊക്കെ? മൊബൈൽ ഫോൺസ്, അതുപോലെ തന്നെ ഒന്നും നിങ്ങൾക്ക് അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ എക്സാമിനേഷൻ ഒഫീഷ്യൽസ് എന്തായിരിക്കും? അതുപോലെ തന്നെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് ഈ മൊബൈൽ ഫോണോ കാൽക്കുലേറ്ററോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് അവിടെ വാങ്ങി വെക്കും. പക്ഷെ അത് കാത്തു സൂക്ഷിക്കാൻ ആര്? ഈ എക്സാമിൻ്റെ ഒഫീഷ്യൽസ് റെസ്പോൺസിബിൾ അല്ല എന്ന് ഇതിൽ നേരത്തെ തന്നെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് പ്രധാനമായിട്ടും പറയുന്നത് കാൻഡിഡേറ്റ്സ് ഷൂസ് ആൻഡ് ഫുട്വെയർ വിത്ത് തിക്ക് സോൾസ് ആൻഡ് ഗാർമെൻറ്റ്സ് വിത്ത് ലാർജ് ബട്ടൺസ് ആർ നോട്ട് പെർമിറ്റഡ്. അല്ലേ, നല്ല കട്ടിയുള്ള അടിഭാഗമുള്ള നല്ല ഹൈ ഹീലുള്ള ഷൂസും ഫുട്വെയറും പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറ്റില്ല? വലിയ ലാർജ് ബട്ടൺസ് ഉള്ള വസ്ത്രങ്ങളും പറ്റില്ല എന്ന് പ്രധാനമായിട്ടും NTA പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേപ്പറും നിങ്ങൾക്ക് എക്സാം ഹാളിൽ നൽകപ്പെടും. അതിൻ്റെ മുകളിൽ നിങ്ങളുടെ നെയിമും റോൾ നമ്പറും നിർബന്ധമായിട്ടും എഴുതുകയും എക്സാം കഴിയുമ്പോൾ നിങ്ങളത് തിരിച്ച് അവിടേക്ക് തന്നെ കൊടുക്കുകയും ചെയ്യണമെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ കാൻഡിഡേറ്റ്സും CCTV സർവൈലൻസിലായിരിക്കും. അതുകൊണ്ട് ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള പ്രവർത്തിക്കും നിങ്ങൾ എന്താക്കാൻ മുതിരാൻ പാടില്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും അത്തരത്തിലുള്ള അൺഫെയർ ഒരു പ്രവൃത്തിയിലേക്ക് ഒരു വിദ്യാർത്ഥി മുതിർന്നാൽ NTA കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാമിനും അയാളെ ഡീബാർ ചെയ്യുമെന്നും ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ആ ഒരു സമയത്ത് ഇൻ്റർനെറ്റ് പോലെയുള്ള മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കുന്ന AI ടൂൾ ഉപയോഗിച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുന്ന ഒരു എക്സാമാണ്. അതുപോലെ തന്നെ എക്സാം ഹാളിൽ നിങ്ങൾ ലീവ് ചെയ്താൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നിങ്ങളെ ഈ ഒരു എക്സാമിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്നും ഇതിൽ പറയുന്നുണ്ട്. CCTV റെക്കോർഡിംഗ്സ് ആർ അനലൈസർ യൂസിങ് AI ടെക്നോളജീസ് ടു കൺഫേം മാൽ പ്രാക്ടീസ് വിത്ത് എവിഡൻസ്. പിന്നെ അതുപോലെ തന്നെ പറയുന്നത് NTA എന്ത് ചെയ്യുന്ന ചീറ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് കണ്ടെത്തിയാൽ ആ വിദ്യാർത്ഥി ഉടനെ തന്നെ എക്സാമിനേഷൻസിന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് എന്നും പറയുന്നുണ്ട്.
അതുപോലെ തന്നെ എക്സാമിനേഷൻ സെൻറ്ററുകളൊക്കെ കണ്ടിന്യൂസ്ലി മോണിറ്റേർഡ് ആണ്, CCTV വഴി ഉയർന്ന ഒഫീഷ്യൽസ് ആയിട്ട് മോണിറ്റേഴ്സ് ആണ്. പിന്നെ പറയുന്നത് നിങ്ങളുടെ എക്സാം ഹാൾ എത്തിയിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ മീഡിയം അതുപോലെ തന്നെ നിങ്ങളുടെ ടെസ്റ്റ് പേപ്പർ എന്നിവ കറക്റ്റായിട്ട് ഷോ ആയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ഇൻവിജിലേറ്ററെ കാര്യം ബോധ്യപ്പെടുത്തണമെന്നും പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഡ്മിറ്റ് ഹാർഡിൽ കൊടുത്തിട്ടുള്ള ഡേറ്റിന് ഷിഫ്റ്റിനൊന്നും നിങ്ങളുടെ എക്സാം മാറ്റാനുള്ള ഒരു യാതൊരു വിധത്തിലും അനുവദിക്കുകയില്ലെന്നും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ എക്സാമിന് മുമ്പ് തന്നെ കമ്പ്യൂട്ടറിൽ നിർബന്ധമായിട്ടും വായിക്കണം. ആ ക്വസ്റ്റ്യൻ പേപ്പറിന് മുമ്പ് കൊടുത്ത് അതിനുശേഷം മാത്രമേ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മുഴുവനായിട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് NTA വെബ്സൈറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ NTA ഈ ഒരു സൈറ്റിലേക്കും അതുപോലെ തന്നെ ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറയണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 2 കോപ്പി അഡ്മിറ്റ് കാർഡ്, 2 വീതം ഫോട്ടോ, 2 വീതം ഒപ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ്, പിന്നെ ശരീരത്തിൽ മെറ്റൽ കണ്ടക്റ്റ് ഒന്നും ഇല്ലാതിരിക്കുക, ലാർജ് ബട്ടൺസ്, ഫ്രിസ്കിംഗ്, ദേഹപരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അങ്ങോട്ട് കടത്തുകയുള്ളൂ. വെള്ളം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് എക്സാമിന് കരുതാം. 3 മണിക്കൂർ എക്സാം ഉള്ളത് കൊണ്ട് തന്നെ അതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഫ്രിസ്കിങ്ങിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്തുക, ഗേറ്റ് എൻട്രിയുടെ മുമ്പ്, ഗേറ്റ് ക്ലോസിംഗ് ടൈമിന് മുമ്പ് തന്നെ എത്തുക, കൃത്യമായിട്ട് നല്ലൊരു എക്സാം പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എക്സാം ഹാളിൽ കടന്ന് നല്ല രീതിയിൽ കൂൾ ഓഫ് ടൈം ഒക്കെ എടുത്ത് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഏവർക്കും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. ഇതോടുകൂടെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. നന്ദി.